നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2 സീസണുകളായി റയൽ മാഡ്രിഡിൽ കളിച്ച എംബാപ്പയ്ക്ക് ഗോളടിയുടെ പേരിൽ ഗോൾഡൻ ബൂട്ടുകൾ പിച്ചിച്ചി ട്രോഫിയൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും കളക്റ്റീവായിട്ടുള്ള നേട്ടങ്ങളിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴിതാ അദ്ദേഹം എത്തിയതിന് ശേഷം 4ാമത്തെ കോച്ച് എത്തുന്നു. ആദ്യം ആഞ്ചലോട്ടി ആയിരുന്നു, അദ്ദേഹം പോയി. പിന്നെ സാബി അലോൺസോ അദ്ദേഹം പോയി. അർബിലോവ പോയി. ഇതാ ഹോസെ ബോറിജോ. ഇപ്പോൾ ടീമിനോടൊപ്പം തിരികെ എത്തിയ കിലിയൻ എംബാപ്പ ഈ സീസണിലേക്കുള്ള പ്രതീക്ഷകൾ പങ്കുവെക്കുന്നുണ്ട്. ഇത്തവണ ഞങ്ങളുടെ സമയമാണ്, ഇനി ഞങ്ങളുടെ മൊമെൻ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിജയിക്കേണ്ടതുണ്ട്, കിരീടങ്ങൾ വാരിക്കൂട്ടേണ്ടതുണ്ട്. ഹോസെ ബൊറീജയെ പോലെ ഇങ്ങനെ വിജയിക്കണമെന്നറിയുന്ന ഒരാൾ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എന്നുകൂടി കിലിയൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ലലീഗ നാളെ ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കിലിയൻ്റെ വാക്കുകൾ നമ്മളൊന്ന് നോക്കണം. അദ്ദേഹം പറയുന്നു, ഞങ്ങൾക്ക് വിജയിക്കേണ്ടതുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഈ വർഷം ഞങ്ങൾ കിരീടങ്ങൾ നേടാൻ പോവുകയാണ് എന്നാണ്. എനിക്കുറപ്പുണ്ട് ഞങ്ങൾ തിരിച്ചു വരാൻ പോവുകയാണ്. ഞങ്ങൾ ഈ ഒരു വർഷം മുഴുവനും ഫോക്കസ്ഡായിട്ട് തന്നെ ഇരിക്കും. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. മൊറീഞ്ഞയെ പോലെ എങ്ങനെ വിജയിക്കണമെന്നറിയാവുന്നൊരു കോച്ച് ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളത്. ഇത് ഞങ്ങളുടെ മൊമെൻ്റാണ്. ഇപ്പോൾ ഞങ്ങളുടെ സമയമാണ്. ഞങ്ങൾ മുന്നോട്ടേക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കണം, എന്നിട്ട് കിരീടങ്ങൾ വാരിക്കൂട്ടണം. ഞാൻ എല്ലായ്പ്പോഴും സ്വപ്നം കണ്ടിട്ടുള്ളൊരു കാര്യമാണ് റയൽ മാഡ്രിഡിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. ഇനി ഇവിടെ തുടരുക, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കറിയാം ഞാൻ എത്രത്തോളം ലക്കിയാണ് ഇവിടെ എത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ. ഇനി വേണ്ടത് എന്താ? നൗ വി ഹാവ് ടു വിൻ. വിജയിക്കണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ടീമും ഈ സ്റ്റാഫും എല്ലാം ഇപ്പോൾ നല്ല രൂപത്തിലാണുള്ളത്. ഞാൻ വളരെ ഹാപ്പിയാണ്. വാൽഡോവാസിലുള്ള എല്ലാവരുടെയും കാര്യത്തിൽ ഞങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. പുതിയൊരു സീസണിന് വേണ്ടി നന്നായിട്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അത് വിജയിക്കുക എന്നുള്ളതാണ്. ഇനി വിജയിക്കാനുള്ള സമയമാണ് എന്നുകൂടി കിലിയൻ എംബാപ്പെ പറയുമ്പോൾ റയലിൻ്റെ ആരാധകരും വലിയ പ്രതീക്ഷയിലാണ്. വീണ്ടും മൊറീഞ്ഞയെ പോലുള്ളൊരു സ്പെഷ്യൽ കോച്ചിനെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ടീമിലെ സുപ്രധാന പൊസിഷനുകളിലേക്ക് പുതിയ താരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. ടീം റീബിൽഡ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലം ഗ്രൗണ്ടിൽ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുമുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.